അമ്മു ദേടി വെണ്ണില നമ്മുടെ നിലയെ കണ്ടതും മേഘ വർഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം വർഷയും മേഘയും അവിടെ കണ്ടതും നിലയും കിളിപ്പോയി നിൽപ്പാണ്. നില, നീ നീ എങ്ങനെ ഇവിടെ എത്തി? വർഷ ചോദിച്ചു. അത് പിന്നെ ഞാൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഡെവിയെ ചൂണ്ടി നില പറഞ്ഞു. നീയാണോ ഈ വക്കീലിൻ്റെ വൈഫ്? മേഘ ഒരു ഫ്ലോയിലങ്ങ് ചോദിച്ചതാണ്. അതെ, എന്തേ? ഹേയ് ഒന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ, മേഘ പതർച്ചയോടെ പറഞ്ഞു. അല്ല, നിങ്ങളിവിടെ? നില വർഷയും മേഘയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങളിവിടുത്തെ മരുമക്കളാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് നിരഞ്ജൻ, ഇത് പൊന്നൂൻ്റെ ഹസ്ബൻഡ് വിഹാൻ. ഇവർ ബ്രദേഴ്സാണ്, വർഷ പറഞ്ഞു. ഓ, അങ്ങനെ ഫൈനലി നിങ്ങൾ ഒരു വീട്ടിലേക്ക് തന്നെ എത്തിയില്ലേ? നില ചിരിയോടെ പറഞ്ഞു. വർഷയുടെയും മേഘയുടെയും നിലയുടെയും സംസാരം കേട്ട് ഡെവിയും വിഹാനും നിരഞ്ജനും വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അമ്മു, നിങ്ങൾ പരിചയക്കാരാണോ? നിരഞ്ജനാണ് ചോദിച്ചത്. പരിചയക്കാരാണെന്നോ? 10ാം ക്ലാസ് വരെ ബാക്ക് ബെഞ്ച് ഭരിച്ചു തന്നെ ഞങ്ങളല്ലേ? ഓഹ്, അതൊക്കെ ഒരു കാലം. പിന്നെ +1 +2 ഞാനും നിലയും ഒന്നിച്ചായിരുന്നു. ഇവള് പിന്നെ കൊമേഴ്സ് അല്ലായിരുന്നു. +2 കഴിഞ്ഞതോടെ നില അവളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാലും എൻ്റെ നില, നീ എങ്ങനെ ഈ നസ്രാണി വക്കീലിനെ അടിച്ചു മാറ്റിയെന്നാണ് എനിക്കറിയാത്തത്. വർഷ കഥകളുടെ കെട്ടഴിച്ച് വിടുന്നതിനിടയിൽ ചോദിച്ചു. ഞാൻ അടിച്ചു മാറ്റിയതൊന്നുമല്ല, ഇങ്ങേരെ എന്നെ അടിച്ചു മാറ്റിയതാ. എൻ്റെ ഇഷ്ടം പോലും ചോദിക്കാതെ കെട്ടിയതാ. നില ഡെവിയെ നോക്കിക്കൊണ്ടും പറഞ്ഞതും ഡെവിയുടെ മുഖത്തെ കള്ളച്ചിരി വിരിഞ്ഞു. ആണോ വക്കീലെ? നിരഞ്ജൻ ഡെവിയോടായി ചോദിച്ചു. ഹേയ്, ഇവൾ ചുമ്മാ പറയുന്നതാ. ഇവളറിയാതെ ഞാൻ കഷ്ടപ്പെട്ട 5 വർഷം പിറകെ നടന്ന് ഒപ്പിച്ച മുതലാ ഇത്, അല്ലാതെ അടിച്ചു മാറ്റിയതൊന്നുമല്ല. ഓ, അപ്പോൾ 1 സൈഡ് ലവ് ആയിരുന്നു അല്ലേ? വിഹാൻ പറഞ്ഞു. അല്ല ഡോക്ടറെ, നിങ്ങളെ ചേട്ടനും അനിയനും കറക്റ്റായിട്ട് എങ്ങനെ ഇവളുമാരെ കെട്ടി? പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിലയുടെ ചോദ്യം കേട്ടതും നിരഞ്ജൻ പറഞ്ഞു. ഇവൻ പെട്ടുപോയതാണേൽ ഞാൻ മനഃപൂർവ്വം തലവെച്ച് കൊടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇവന് വർഷയോട് പ്രേമം. ഇവളുമാരാണേൽ ലോകത്തെങ്ങും ഇല്ലാതെ ഡിമാൻഡ് കൊണ്ട് നടക്കുന്നു. 2 പേരും ഒരു വീട്ടിലേക്ക് കെട്ടിപ്പോകുള്ളൂന്ന്. വർഷ ഇവന് മുന്നിൽ കല്യാണത്തിന് സമ്മതിക്കാതെ മസിലും പിടിച്ച് നടന്നപ്പോൾ ഇവൻ്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ ഇവന് വേണ്ടി ഞാനും മേഘയും തമ്മിൽ ഒരു സീക്രട്ട് എഗ്രിമെൻറ്റ് മാരേജ് പ്ലാൻ ചെയ്തു. എന്ത് ചെയ്യാം, അവസാനം ഈ മുതൽ ഒഴിഞ്ഞു പോവാതെ എൻ്റെ തലയിലുമായി. വിഹാൻ പറഞ്ഞത് കേട്ട് മേഘ വിഹാനെ ദഹിപ്പിച്ചു നോക്കി. തീ പൊട്ടിക്കൊള്ളിക്കുന്ന തോന്നുന്നുണ്ടല്ലേ? നിനക്ക് OV ആൽഫ്രഡിനെ കൂടെ പോകണം അല്ലേ? മേഘയുടെ നോട്ടം കണ്ട് വിഹാൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് ഉള്ളിലൂറെ ചിരി മറച്ചു പിടിച്ചു മേഘയൊന്ന് നോക്കി. ഇതേ സമയം വർഷ നിരഞ്ജനെ ദഹിപ്പിച്ചു നോക്കുന്ന തിരക്കിലായിരുന്നു. നിങ്ങൾ പെട്ടുപോയി അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വർഷ നിരഞ്ജൻ മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കാണിച്ചു തരണേ, ഞാൻ കാത്തിരിക്കും. പോടാ വൃത്തികെട്ടവനെ, വർഷ അവൻ്റെ കയ്യിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. മക്കൾ അവരെങ്ങനെ വന്ന കാലിൽ നിർത്തണോ? വിശേഷിക്കും പിന്നെ പറയാം. അവർ ദൂരെ യാത്ര കഴിഞ്ഞ് വരികയല്ലേ, നമുക്ക് ഭക്ഷണം കഴിക്കാം, ശങ്കർ മഹാദേവൻ തൻ്റെ മക്കളോടെന്ന പോലെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വിഹാനും നിരഞ്ജനും ഡെവിയുടെ കൂടെ തങ്ങളുടെ വീടിൻ്റെ തൊട്ടു മുന്നിലുള്ള വീട് കാണാൻ പോയപ്പോൾ കൂട്ടുകാരികൾ 3 പേരും പഴയ കഥകളും പുതിയ വിശേഷങ്ങളൊക്കെയും പറയുന്ന തിരക്കിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിൻ്റെ ഇച്ചായൻ്റെ ലവ് സ്റ്റോറി. ഉഫ്, ഇതൊക്കെയാണ് മോളെ ലവ് സ്റ്റോറി. നിങ്ങളുടെ കൊച്ച് വലുതാകുമ്പോൾ നിങ്ങളോട് ചോദിക്കും, പപ്പയും അമ്മയും തമ്മിൽ എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന്. നിങ്ങൾക്ക് പറയാൻ എന്തോരം കഥകളുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ കൊച്ചിനോട് പറയാനായിട്ട് പട്ടി ഓടിച്ചതും അങ്ങേരുടെ നെറ്റി പൊട്ടിച്ചതുമാണ് ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സിംഹത്തിൻ്റെ ഗർജനവും. ഇത് കേട്ട് എൻ്റെ കൊച്ചു പറയും, അമ്മ എന്തൊരു ബോറാ നിങ്ങളുടെ ലവ് സ്റ്റോറിന്ന്. വർഷ താടിക്ക് കൈയും കൊടുത്ത് പറഞ്ഞു. എടി അമ്മു, നിനക്ക് അത് കഴിഞ്ഞെങ്കിലും കുറച്ച് റൊമാൻറ്റിക് ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ ആ ചെകുത്താൻ പണി തന്ന കഥ മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ 3 പേരുടെയും കഥയിലുള്ള ഏക സിമിലാരിറ്റി എന്ന് പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ കെട്ടിയവന്മാരുടെ നെറ്റി പൊട്ടിച്ചുള്ള ആ എൻട്രി. അതാണ് നമ്മൾ തമ്മിൽ എന്ത് മനപ്പൊരുത്തല്ലേ. മേഘ പറഞ്ഞത് കേട്ട് നില ചിരിച്ചുപോയി. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, ആ പഴയ അതേ വൈബ്. നീ പേടിക്കണ്ട, 2 ദിവസം കൊണ്ട് നീ ഞങ്ങളുടെ വൈബുമായി പൊരുത്തപ്പെട്ട് പോയിക്കോളും. അല്ല നില, ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ ആത്മാക്കളും കൂടി വന്നിട്ടുണ്ടാവോ? ആത്മാക്കൾക്ക് ട്രിപ്പ് അടിച്ചാൽ എന്താ പൊളിക്കുമോ? മേഘയാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു മേഘ, എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാ? നില അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എടി, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. എത്രയെന്ന് വെച്ചാൽ ആ പ്രേതങ്ങൾ അവിടെ അങ്ങനെ അലഞ്ഞു തിരിയുന്നത്. ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തത്? വർഷയും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ പ്രേതങ്ങളും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് എന്നാണോ?
നില നേരിയ ഭയത്തോടെ ചോദിച്ചു. മേ ബി, മേഘയാണ് പറഞ്ഞത്. അയ്യോ അമ്മേ, നീ എന്നെ പേടിപ്പിച്ച് കൊല്ലൂടി. നീ ഇങ്ങനെ പേടിക്കാതെ നില, നമുക്കത് കൺഫേം ചെയ്താൽ പോരെ, മേഘ പറഞ്ഞു. എങ്ങനെ? വർഷ ചോദിച്ചു. ഓജ ബോർഡ്, മേഘ പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. ഞാനില്ല, ഈ കളിക്ക് ഞാനില്ല. ഒരിക്കൽ പ്രേതത്തെ കണ്ട പേടി ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും ദേ എൻ്റെ മുട്ട് വിറക്കുക. അതുമല്ല, എൻ്റെ ഇച്ഛാനറിഞ്ഞ എന്നെ വെട്ടി നുറുക്കും. നിങ്ങളുടെ കെട്ടിയന്മാരെ പോലെയല്ല എൻ്റെ കെട്ടിയവൻ, അല്പം സീരിയസാ. പറഞ്ഞു വരുമ്പോൾ അഡ്വക്കേറ്റ് ലാൽകൃഷ്ണയുടെ മറ്റൊരു വേർഷനായിട്ട് വരും. എടി, ഞങ്ങളുടെ കെട്ടിയന്മാരും ഇതുക്കും മേലെയായിരുന്നു. സിംഹവും ചെകുത്താനും ആയമാരെ ഇങ്ങനെ ആക്കിയെടുത്തെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ ഈ മനോഹരമായ കൈകളാണ്. വേണേ നിനക്ക് ടിപ്പ് പറഞ്ഞു തരാട്ടോ, വർഷ പറഞ്ഞു. ഇപ്പോൾ ടിപ്പൊന്നും വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. നമുക്ക് ആദ്യം പ്രേതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താലോ, നില രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് തീരുമാനിക്കാൻ എന്തിരിക്കുന്നു, നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെയും വാങ്ങാൻ പുറത്തേക്ക് പോവല്ലോ. അപ്പോൾ ഒരു വോജ ബോർഡ് കൂടി വാങ്ങിക്കുന്നു. എന്നിട്ട് നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് പ്രേതത്തെ വെൽക്കം ചെയ്യുന്നു, വർഷ പറഞ്ഞു. പ്രേതം വന്നു കഴിഞ്ഞു, വെൽക്കം ഡ്രിങ്കായി നിന്റെ രക്തം കുടിച്ചോട്ടെ അല്ലേ, നിലയാണ് പറഞ്ഞത്. ഒന്ന് പോയടി, പേടിപ്പിക്കാതെ. ഞങ്ങളിവിടെ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന ആചാരമൊന്നുമില്ല. അതങ്ങ് കൊച്ചിയിൽ അല്ല പൊന്നൂസേ. അതെ, മേഘയും പറഞ്ഞു. അപ്പോഴേക്കും വീട് നോക്കാൻ പോയവർ തിരികെ വന്നിരുന്നു. അങ്ങനെ 3 കപ്പിൾസും പിള്ളേരും കൂടി അവരുടെ വണ്ടിയിൽ ഷോപ്പിങ്ങിന് പോയി. നിലയ്ക്കും ഡെവിക്കും ഇച്ചുവിനും വേണ്ട ഡ്രസ്സ് അടക്കം വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെയും വാങ്ങി ലൈറ്റായി ഫുഡും കഴിച്ച് എല്ലാവരും തിരികെ മടങ്ങി. ഡിന്നറിന് ശങ്കർ മഹാദേവന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ കോൾ വന്നിരുന്നു. അതിനാൽ അവർ കാര്യമായി ഒന്നും കഴിച്ചില്ല. മേഘയുടെയും വർഷയുടെയും കൂടെ കൂടിയ നില ഡെവിയെ പോലെ മറന്നു പോയിരുന്നു. ഡേവിഡ് പരിഭവത്തോടെ നിലയിടയ്ക്കിടെ നോക്കി. ഇച്ചു ആണെങ്കിൽ മിത്തുവിൻ്റെയും ഇന്നുവിൻ്റെയും കൂടെ പെട്ടെന്ന് മിങ്കിളായി. ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാവരും പുതിയ വീട്ടിലേക്കാണ് ചെന്നത്. ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടായിരുന്നു. ചെറുതായി അടിച്ചു വാരി തറ ക്ലീൻ ചെയ്യുക, അത്ര മാത്രമേ പണിയുണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങൾ വീട് മൊത്തം കറങ്ങി നടന്നു ഫോട്ടോസ് എടുത്തില്ല എന്നല്ലാതെ പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ഡ്യൂട്ടിയും ആണുങ്ങൾ ഏറ്റെടുത്തു. അറിയപ്പെടുന്ന ഡോക്ടറും വക്കീലും ബിസിനസ് മാഗ്നറ്റും മോപ്പും ചൂലും പിടിച്ച് നിൽക്കുന്ന ആ മനോഹരമായ ദൃശ്യം പെണ്ണുങ്ങൾ ഫോണിൽ പകർത്താൻ മാത്രം മറന്നില്ല. കെട്ടിയോന്മാരെ 3 പേരും താഴെ കാര്യമായ പണിയിലായപ്പോൾ മക്കളെ 3 പേരെയും ഒരു മുറിയിലിരുത്തി 3 കൂടി മുകളിലെ ഒരു മുറിയിലേക്ക് വന്നു. ഡോറടിച്ച് ക്ലോസ് ചെയ്ത് കയ്യിലെ കവറിൽ നിന്നും ഓജോ ബോർഡ്, മെഴുകുതിരി എന്നിവയൊക്കെ എടുത്ത് 3 പേരും പ്രേതത്തെ വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വർഷയും മേഘയും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. നിലയാണെങ്കിൽ മുഖമൊക്കെയും വിളറി ആകെ പേടിച്ചിരിക്കുവാണ്. അതെ, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, നില ചോദിച്ചു. ഇനി എന്തോന്ന് ആലോചിക്കാൻ, നീ ആ ബോർഡ് തുറന്നിട്ട് അങ്ങ് വിളിക്ക് സൗദ, മേഘ പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. സൗദിയ അതാര്, നില ചോദിച്ചു. സോറി, കൽബ് എഫക്റ്റേ എന്നെ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. സോറി, നീ അത് വിടി. പെട്ടെന്ന് പ്രേതത്തെ വിളിക്കുന്നില്ല, മേഘ പറഞ്ഞു. അതെ, നമുക്ക് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വിളിച്ചാലോ, അതാകുമ്പോൾ ഇച്ചായം വരുമോ എന്നുള്ള പേടി വേണ്ടല്ലോ, നില പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ പ്രേതത്തെ വിളിച്ചെടുത്തുക, അത് ശരിയാവില്ല. ഞങ്ങൾക്ക് ഈ ആത്മാക്കളുടെ കൂടെ ജീവിച്ചുള്ള പരിചയമൊന്നുമില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഗോസ്റ്റുമായി മിങ്കിളാണല്ലോ. അതുമല്ല, ഞങ്ങൾക്ക് ഈ ബെഡ്റൂമിൽ ഇച്ചിരി പ്രൈവസിയൊക്കെ വേണേ. ഈ പ്രേതങ്ങൾ വന്ന് സീൻ പിടിക്കില്ലെന്ന് ആര് കണ്ടു, അല്ലേ പൊന്നൂസേ? വർഷ പറഞ്ഞത് കേട്ടതും നില അവളെ കൂർപ്പിച്ചു നോക്കി. ഓജ ബോർഡ് തുറന്നു വെച്ച് എല്ലാ സെറ്റപ്പും റെഡിയാക്കി കോയിനും സെറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതെ, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നതൊന്ന് മാറ്റി പിടിച്ചാലോ? നീ ഇന്നലെ ഗുഡ് സ്പിരിറ്റിനെ വിളിച്ചിട്ട് വന്നതോ ബാഡ് സ്പിരിറ്റ്? അപ്പോൾ ഇന്ന് ബാഡ് സ്പിരിറ്റിനെ വിളി, അപ്പോൾ ഗുഡ് സ്പിരിറ്റ് വന്നോളൂ, വർഷ പറഞ്ഞത് കേട്ടതും നില അവളെ കൂർപ്പിച്ച് നോക്കി. എടി, നീ ആത്മാക്കളെ കൺഫ്യൂഷൻ ആക്കാനൊന്നും നിൽക്കണ്ട, അങ്ങ് പേരെടുത്ത് ജിമ്മിയെ വിളി. എനിക്കാണെങ്കിൽ ആ ജിമ്മിയുടെ സ്റ്റോറിയൊക്കെയും കേട്ടേ ആളെ കാണാനിങ്ങനെ മുട്ടി നിൽക്കുക, മേഘ പറഞ്ഞു. ആ നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും 3 പേരും ഞെട്ടലോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിലാവേ, നിലാവേ. ഡെവിയുടെ വിളി കേട്ട് നിലയിൽ വെപ്രാളം നിറഞ്ഞപ്പോൾ മേഘയും വർഷയും ഇതാരാ ഈ നിലാവ് എന്ന പോലെ മുഖത്തോട് മുഖം നോക്കി. നില പെട്ടെന്ന് ഓജ ബോർഡും ബാക്കി സാധന സാമഗ്രികളൊക്കെ ഒളിപ്പിച്ച് മുറിയിൽ ലൈറ്റിട്ട് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നു ഡേവിഡ്. നിലാവിനെ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. നിലാവെ, നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു, ദേവി ചോദിച്ചു. അത് പിന്നെ ഇച്ചായ, നില വിക്കിക്കൊണ്ട് പറയുന്നത് കണ്ട് വർഷ കയറി ഇടപെട്ടു. ഇവള് നിങ്ങളുടെ പഴയ ലവ് സ്റ്റോറി പറയുമായിരുന്നു വക്കീലെ. പ്രണയത്തിന് കാട്ടുചെമ്പകത്തിൻ്റെ മണാണല്ലേ വക്കീലെ, വർഷയാണ് പറഞ്ഞത്.
വക്കീല് ഇത്രയും റൊമാൻറ്റിക് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. മേഘ പറഞ്ഞതുകൂടി കേട്ടതും ഡേവിഡ് ചമ്മൽ മറച്ചു പിടിച്ചു നിലയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി താഴേക്ക് നടന്നു. അയ്യോ, നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ചേ? ഇച്ചായനെ തന്നെ നിർത്തിപ്പൊരിക്കും. ഡെവിയുടെ പോക്ക് കണ്ട് നില മേഘയും വർഷയും കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പോയതിനേക്കാളും വേഗത്തിലുള്ള ഡെവിയുടെ വരവ് കണ്ട് വിഹാൻ കാര്യം തിരക്കി. എൻ്റെ പൊന്നു സഹോദര, ആ രണ്ടിനെയും സഹിക്കുന്ന നിങ്ങൾക്ക് ഓസ്കാർ തരണം. പിന്നല്ലാതെ, രണ്ടും കൂടി ഞങ്ങളുടെ വീട് കുലുക്ക് മറിക്കാറാ പതിവ്. ഇതിപ്പം മൂന്നും കൂടി ഈ വീട് താള തിരിച്ചു വെക്കുമെന്നാണ് എൻ്റെ പേടി, വിഹാൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും 3 പെൺപിള്ളേരും താഴേക്ക് വന്നിരുന്നു. വീടും പൂട്ടി തിരികെ എല്ലാവരും ഫുഡ് കഴിക്കാനായി ശങ്കറിൻ്റെ വീട്ടിലേക്ക് വന്നു. ഫുഡ് കഴിഞ്ഞതും നിലയും ഡെവിയും അന്നവിടെ തങ്ങാൻ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും പ്രൈവസി ആഗ്രഹിക്കുന്ന ഡെവിയുണ്ടോ സമ്മതിക്കുന്നു. ഇന്നിവിടെ തങ്ങിയ മറ്റേ സാധനങ്ങൾ രണ്ടും കൂടി നിലയും പൊക്കിക്കൊണ്ട് പോയി ഒരു മുറിയിൽ കിടക്കുന്നതേ അവന് നന്നായിട്ടറിയാം. ഇതിനേക്കാൾ ഭേദ പ്രേതങ്ങളായിരുന്നു. ഡെവി ചിന്തിക്കാതിരുന്നില്ല. കുറച്ച് കണക്ക് കൂടി തീർക്കാനുണ്ട്, അവിടെ ആകുമ്പോൾ ശരിയാവില്ല എന്നറിയാവുന്ന ഡെവി നിലയും കൂട്ടി അവിടെ നിന്ന് മടങ്ങി.